2 ന്യൂയോർക്ക് ട്രിപ്പ് പോകാമെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മളെ ഇപ്പോൾ വിളിച്ചേക്കുന്നത് കേട്ടോ. നമുക്ക് ഇച്ചിരി പെട്രോൾ അടിച്ചിട്ട് പോയേക്കാം. ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഒരു അടിപൊളി ക്യാമ്പിംഗ് ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഇന്ന് വീട്ടിൽ ഇച്ചിരി സമയം സ്പെൻഡ് ചെയ്യുന്ന ദിവസമാണ്. രാവിലെ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ പിങ്കിമോൻ്റെ ചെറിയൊരു കുക്കറി ഷോയും കൂടെയാണ്. പിങ്കിമോനെ, എന്താ ഉണ്ടാക്കുന്നത്? ഐസ്ക്രീം. ഐസ്ക്രീം? എന്താ ഐസ്ക്രീം? Watermelon. ഓക്കെ, എന്നാൽ തുടങ്ങിയാലോ? Yeah. So what we're doing today is I froze a watermelon yesterday and now it's hard and we're going to pour milk into it and scrape the watermelon and see if it actually works. Yeah. നല്ല ഫ്രീസറിൽ വെച്ച് ഫ്രോസൺ ആക്കിയ വാട്ടർമെലൺ ആണ്. ഓക്കെ, അതിന് പ്ലേറ്റ് വേണ്ടേ? പ്ലേറ്റ് വെച്ചിട്ട് ചെയ്യാം. അല്ല, മിൽക്ക് ഒഴിക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ പ്ലേറ്റ് എടുത്തോണ്ട് പോവാ. I made a hole in the watermelon. ഓക്കെ, ഇനി പണി തുടങ്ങുവാണ്. Yes. സ്ക്രേപ്പ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഷാർപ്പായിട്ടുള്ള സ്പൂൺ എടുത്താലോ? This is good. Are you sure? Yeah. Moment of truth. Let's see if it actually works. Yeah. I'm not sure if it will, but even if it doesn't work, we still have watermelon we can eat. I think it actually worked. Really? Yeah. കാണിച്ചേ. Or is it just milk? ഹെൽപ്പ് വേണോ? ചരണാൻ ഹെൽപ്പ് വേണോ? Do you want to do it? ചിരണ്ടാൻ ചെറിയൊരു ഹെൽപ്പ് വേണ്ടി വന്നിരിക്കും. വേണോ? അല്ല, അവള് ചെയ്യുന്നുണ്ട്. സെറ്റാ. ഇച്ചിരി പഞ്ചസാര വല്ലതും ഇടണോ? Well, watermelon's sweet. Here. Well, Amma, you're gonna need milk or it's just gonna be shaved watermelon. എവിടുന്ന ഈ ഐഡിയ? YouTube. യൂട്യൂബ്. All ideas come from the primary source, YouTube. Can I try it? Or do you want to try it? പാതി Really? അമ്മച്ചി ഇത്തിരി വെക്കട്ടെ. അമ്മച്ചി വാ. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഒറ്റയ്ക്ക് ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. രാവിലെ നമ്മുടെ നീനൂസ് വന്ന് നമുക്ക് ഓംലെറ്റും ടോസ്റ്റഡ് ബ്രെഡും. ടോസ്റ്റഡ് പ്രോട്ടീൻ ബ്രെഡ്. അപ്പം നമ്മുടെ ദേവസ്യാച്ചൻ ഒരാഴ്ച അവധിയാട്ടോ. അതുകൊണ്ട് 3-4 ദിവസം കൂടെ കഴിഞ്ഞിട്ടേ നമ്മുടെ ദേവസ്യാച്ചൻ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ട്രിപ്പ് ഒറ്റയ്ക്കാണ്. നമുക്കെന്തായാലും പെട്ടെന്ന് കഴിച്ചിട്ട് പോകാനുള്ള പരിപാടികൾ നോക്കാം. അപ്പേ, നമ്മുടെ ആ ഒരു വിഷ്ണു എന്ന് പറഞ്ഞ ചെറുക്കൻ കൊച്ചൻ നമ്മുടെ കമന്റിനകത്ത് 2-3 പ്രാവശ്യം മാഗ്നറ്റ് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കാണിച്ചേക്കാം. ശരി, ഓക്കെ, എന്നാൽ അത് കാണിച്ചേക്കാം. നമ്മൾ പല വീഡിയോകളിലും നേരത്തെ വീട് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ മാഗ്നറ്റ് കാണിച്ചിട്ടുണ്ട്. നേരെ അത് കാരണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാണ്ടിരുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് കേട്ടോ. അപ്പം നമുക്ക് കൺട്രികളുടേതിനേക്കാളും കൂടുതൽ ഞാൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ സ്റ്റേറ്റുകൾ, US സ്റ്റേറ്റുകൾ. നമ്മൾ പോയേക്കുന്ന എല്ലാ സ്റ്റേറ്റുകളുമാണ് കളക്ട് ചെയ്തതെന്ന്. അപ്പം നമ്മളാകെ 37 സ്റ്റേറ്റുകളാണെന്ന് തോന്നുന്നു നമ്മൾ ടോട്ടൽ പോയേക്കുന്നത്. അതിൻ്റെ എല്ലാ ഒരുമാതിരിപ്പെട്ട മാഗ്നറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. അതല്ലാതെ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് ഇത് ബ്രിട്ടീഷ് കൊളംബിയ എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെയാണ്. അവിടെ ഒരു ചൈന ടൗൺ ഉണ്ട്, അവിടെ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ ചൈനക്കാരുടെ ഒരു ഏരിയ ആണ് ബ്രിട്ടീഷ് കൊളംബിയ. അത് പിന്നെ ഏതാണ്ട് ഏരിയ 51 ഉണ്ട്, മെക്സിക്കോയുടെ ഉണ്ട്. നമ്മൾ മെക്സിക്കോയിൽ പോയിട്ടുണ്ട്. ലണ്ടൻ, UK, നമ്മുടെ പഴയ UKയുടെ. അത് കൂടാതെ പിന്നെ എടുത്തു പറയേണ്ടത് എടാ, നമ്മുടെ കേരളത്തിൻ്റെ ഓർമ്മ ഇല്ലായിരുന്നോടാ?
എടാ നമ്മുടെ കേരളത്തിൻ്റെ പറഞ്ഞില്ലായിരുന്നോ? ഇത് ഇങ്ങനെ കളർഫുള്ളായിട്ടിരിക്കുന്ന കാരണം നമ്മുടെ പിള്ളേരൊക്കെ ഇടയ്ക്ക് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അത് കളിക്കാനെടുക്കും. ഒരു വലിയ പ്രശ്നമാണ്. പിന്നെ ഇതും മെക്സിക്കോയുടെ കേട്ടോ. ബാക്കിയെല്ലാം ഓരോരോ അമേരിക്കൻ സ്റ്റേറ്റുകളാണ് എല്ലാം. അമേരിക്ക ആൻഡ് കനേഡിയൻ പ്രോവിൻസുകളും. ഇതണ്ട ഈ എമറാൾഡ് ലേക്ക് കാനഡ, ഇതൊക്കെ ആൽബർട്ടയുടെയാണ്. ആൽബർട്ട, നയാഗ്ര ഫോൾസ്, അങ്ങനെ. ഇതിൻ്റെ അകത്ത് ആകെ മിസ്സിങ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഖത്തറിൻ്റെയാണ്. പണ്ട് നമ്മൾ ഖത്തറിൽ ഒരു 2 കൊല്ലം ഉണ്ടായിരുന്നതിൻ്റെ ഓർമ്മകൾക്ക് വേണ്ടി ഖത്തറിൻ്റെ ഒരെണ്ണം കൂടെ ചേർത്താൽ കൊള്ളാം എന്ന് എനിക്കുണ്ട്. സ്കോട്ട്ലൻഡ് ഇല്ല, UK ഉള്ളൂ. ശരിയാ. കൺട്രികളല്ല, UK ഒരു ടോട്ടൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് നമുക്ക് ലണ്ടൻ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാൽ അന്നേരം ഒന്നും നമുക്ക് കളക്ഷൻ ഇല്ലായിരുന്നു. നമ്മൾ സ്കോട്ട്ലൻഡ്, അയർലൻഡ് അതൊക്കെ ഉണ്ട്, വെയിൽസ്. അപ്പോൾ വിഷ്ണു ബ്രോ, അതൊക്കെയാണ് നമ്മുടെ മാഗ്നറ്റ്സ് കേട്ടോ. എന്നാൽ പിന്നെ സമയം കളയാതെ നമുക്ക് കഴിച്ചിട്ട് ഇറങ്ങാൻ നോക്കാം. ബൈ ഉമ്മ. ഓടി വരണേ. ഓക്കെ, പോയിട്ട് വരാം. നമുക്ക് ഇച്ചിരി പെട്രോൾ അടിച്ചിട്ട് പോയേക്കാം. അല്ലെ പിന്നെ നമ്മൾ അവിടെ കിടന്ന് തത്തത്താ കളിക്കേണ്ട വരും. രണ്ട് ന്യൂയോർക്ക് ട്രിപ്പ് പോകാമെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മളെ ഇപ്പോൾ വിളിച്ചേക്കുന്നത് കേട്ടോ. അതായത് ഇന്ന് പോയി നാളെ ഡെലിവറി, അത് തിരിച്ചു വന്നിട്ട് ഞായറാഴ്ച പോയി തിങ്കളാഴ്ച ഡെലിവറി. അപ്പം നമുക്ക് ശരിക്കും 2 ദിവസം മതി ന്യൂയോർക്ക് പോയി ഡെലിവറി കഴിഞ്ഞ് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഇപ്പം നമുക്കൊരു കോള് വന്നിട്ടുണ്ട്. ന്യൂയോർക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ലണ്ടൻ ഒണ്ടാറിയെ കൊണ്ട് ഒരു ട്രെയിലർ ഡ്രോപ്പ് ചെയ്യണമെന്നും പറഞ്ഞോണ്ടേ. അപ്പം അതുകൊണ്ട് എൻ്റെ മനസ്സിലാകെ ഒരു ചാഞ്ചാട്ടമാണ്. കാരണം നമ്മൾ ലണ്ടനിൽ കൊണ്ടുപോയി ട്രെയിലർ ഡ്രോപ്പ് ചെയ്തിട്ടൊക്കെ തിരിച്ചു വന്നാൽ നമ്മുടെ ELDയിലെ ഡ്രൈവിംഗ് ടൈം തീരാൻ തുടങ്ങും. എന്നിട്ട് പിന്നെ ന്യൂയോർക്ക് ട്രിപ്പ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ പോകുന്നത് മുഴുവനും ഒരു മൂഞ്ചലാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് യാർഡിലേക്ക് ഏകദേശം 100 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ അത്രയും ദൂരം വണ്ടി ഓടിച്ച് അങ്ങോട്ടും പോയി ഇങ്ങോട്ട് തിരിച്ചും വന്ന്, അതുകൂടാതെ നമ്മളിപ്പോൾ ന്യൂയോർക്ക് ട്രിപ്പിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഫുഡ് 3-4 ദിവസത്തേക്ക് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ട്രിപ്പിൻ്റെ ഇത് മാത്രമല്ലാതെ എങ്ങാനും ഒരു ലേവറോ അല്ലെ ലോഡിന് ഡിലേയോ ഒക്കെ ആയിക്കഴിഞ്ഞ് നമുക്ക് അവിടെ കിടക്കേണ്ട വന്നു കഴിഞ്ഞാലോ എന്നുള്ള രീതിയിലും കൂടെ കരുതി നമ്മളിപ്പോൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുമല്ലോ. അപ്പോൾ അതും കൂടെയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഉപയോഗിക്കേണ്ട വരാതെ വെറുതെ നമ്മളെ ഇവിടെ വിളിച്ച് ലോക്കൽ ചെയ്യിപ്പിച്ചിട്ട് തിരിച്ചു വരാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലി അതൊരു ലോസ് ആയിരിക്കും. അപ്പം അതുകൊണ്ട് എൻ്റെ മനസ്സിൽ മൊത്തത്തിലൊരു ചാഞ്ചാട്ടം. യാടത്തി നമുക്ക് ഓഫീസിൽ പോയി ചോദിക്കാം എന്താണ് പരിപാടി, ഏത് ട്രക്കാണ് എടുക്കുന്നതെന്നൊക്കെ. കാരണം നമ്മുടെ ട്രക്ക് ഇവിടെ എടുത്ത് ആരാണ്ട് ഇട്ടിട്ടുണ്ട്. നോക്കാം, നമ്മുടെ വണ്ടി തന്നെ ആയാൽ മതിയായിരുന്നു. വേറെ വണ്ടിയൊക്കെയാണ് ആകെ ബുദ്ധിമുട്ടാണ്. ഓഫീസിൽ പോയി. അപ്പോൾ എന്തായാലും നമ്മുടെ ട്രക്ക് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്, അതൊരു വലിയ ആശ്വാസം. അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് പരിപാടി തുടങ്ങിയേക്കാം. കാര്യം എന്നാന്നൊക്കെ പറഞ്ഞാലും ദേവസ്യാത്തിന് ഇല്ലാത്തതുകൊണ്ട് ഒരു രസമില്ല കേട്ടോ. ഒറ്റയ്ക്ക് പണിയെടുത്ത് ശീലമില്ലാത്തതുകൊണ്ടേ ആരേലുമൊക്കെ ഉണ്ടായിരുന്ന മിണ്ടിപ്പറഞ്ഞ പണിയെടുക്കായിരുന്നു. ഇവിടുത്തെ ഓയിൽ ചേഞ്ചും ഗ്രീസിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് കിടക്കുന്ന കിടപ്പാണ് ഇവിടെ എന്നാണ് ഇപ്പോൾ ചോദിച്ചപ്പോൾ പറയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഫ്ലൂയിഡ്സ് എല്ലാം ഓക്കെ ആയിരിക്കണം. എന്നാലും നമ്മുടെ ഭാഗത്തു നിന്നൊന്ന് ചെക്ക് ചെയ്തേക്കാം.
എടാ കുറവാണല്ലോ. കണ്ടോ ബ്രിമ്മില, അതായത് അറ്റത്താ. അതൊന്ന് കയറി പറഞ്ഞേക്കാം ഒരുള്ള സ്ഥിതിക്ക്. ഓയിൽ ലെവൽ ഈസ് ലോ, സോ ബിഫോർ ഐ ഗോ ജസ്റ്റ് wanted to let you know. See, they check it. yeah, I know, I was thinking everything is okay, but Garveera engine oil check ਕੀਤਾ 88 ਦਾ 47. നമ്മുടെ മച്ചാൻ അവിടെ എൻജിൻ ഓയിൽ ഒഴിക്കട്ടെ. നമുക്ക് വിൻഷീൽഡ് വാഷർ ഫ്ലൂയിഡ് ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അത്യാവശ്യത്തിനുണ്ട്. ഇവിടെ തൊട്ടടുത്ത് നമുക്കൊരു ഡെലിവറി ചെയ്യാനുണ്ട്, അത് കഴിഞ്ഞിട്ട് വേണം പോവാൻ. ഓക്കെ ഓക്കെ. എങ്ങോട്ടാ? കൊണ്ടുവരില്ലാണോ? ആണോ? ആയിക്കോട്ടെ, ഒന്ന് ഞാനും പോയി ചോദിക്കട്ടെ. ഈ ട്രക്കാ എടുക്കണമെന്ന് പറഞ്ഞേ. ഓക്കെ ആണെന്നൊന്ന് ചോദിച്ചിട്ട് വരാം. നമ്മുടെ ജിതിനില്ലേ, ജിതിനൊരു വലിയ വണ്ടി ഭ്രാന്തനാട്ടോ. പുള്ളിക്കൊരു യമഹയുടെ RD350 ഉണ്ട് ഇവിടെ. അത് കൂടാതെ പുള്ളിക്ക് ഇവിടെ ഒരു ലേറ്റസ്റ്റ് വെർഷൻ R1 ഉണ്ട്. കിടിലൻ സാധനം. ഇടയ്ക്ക് നമ്മുടെ ചാനലിൽ കൊണ്ടുവരണം എന്നൊക്കെ ഓർത്തിരിക്കുക പുള്ളീനെയും പുള്ളിയുടെ ആ ഒരു റെയർ സാധനം R1ഉം. ഈ ചെറിയ ട്രിപ്പാകുമ്പോൾ ഉണ്ടല്ലോ, അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്താണ് ഇന്നത്തെ പ്ലാന് എന്നുള്ളതിനെക്കുറിച്ചൊന്നും നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവില്ല. അതാണ് ഏറ്റവും ദേഷ്യം വരുന്ന പരിപാടി. അതേസമയം നമ്മുടെ കാലിഫോർണിയ ആണെങ്കിൽ നമുക്കറിയാം എന്താണ് നമ്മൾ ചെയ്യാൻ പോണത്, ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും, എന്തൊക്കെ നമ്മൾ കരുതണം എന്നെല്ലാം. നമ്മുടെ വണ്ടി വാഷിന് കൊടുക്കാൻ സമയമായി. നല്ല ഡേർട്ടിയാണ്. സമ്മർ ആയതുകൊണ്ട് നല്ല പൊടിയല്ലേ. അടുത്ത ട്രിപ്പ് ഈ ദേവശാസനം കൂടെ ഉള്ളപ്പം നമുക്ക് എന്തായാലും ഇത് വാഷിന് കൊടുക്കാം. അതാണ്ട് ഈ കാണുന്ന 5147 ആണ് നമ്മളിന്ന് കൊണ്ടുപോകുന്നത്. ഇവിടുന്ന് 55 കിലോമീറ്ററേ ഉള്ളൂ നമുക്ക് ഡെലിവറി ചെയ്യേണ്ട സ്ഥലം. സീൽഡാണ്, എവിടുന്ന് വന്ന ലോഡാണ്. അപ്പോൾ എന്തായാലും തുടക്കത്തിൻ്റെ അങ്കെല്ലാം കഴിഞ്ഞ് നമ്മൾ പയ്യെ വണ്ടി എടുത്ത് കേട്ടോ. ഇത് നമ്മുടെ ഇന്നത്തെ ഡെലിവറി ഒരു പ്ലാസക്കകത്താണ്, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ അകത്താണ്. അതുകൊണ്ട് അതിൻ്റെ അടുത്തൊരു നോ ഫ്രിൽസ് ഉണ്ട്. അവിടെ ചെന്നിട്ട് അയാളെ വിളിക്കണം, അല്ല വണ്ടി അകത്തേക്ക് കയറിയാലെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. നമ്മുടെ സമയം 10 മണിയായി ഇപ്പോൾ കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു രാവിലത്തെ റഷും തിരക്കും എല്ലാം കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും പോയി നോക്കാം. ഇല്ലാന്നുണ്ടായി ഈ നോർത്ത് യോർക്ക് എന്ന് പറയുന്നത്, ബൈ ദ വേ നമ്മൾ നോർത്ത് യോർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം അല്ലാത്ത സമയത്താണെങ്കിൽ ഒടുക്കത്തെ തിരക്കാണ് ടൊറൻറ്റോ ഏരിയയിലേക്ക് പോകാൻ നേരത്തെ. സത്യം പറയാമല്ലോ, നമ്മുടെ വണ്ടി തന്നെ നമ്മളിന്ന് കൊണ്ടുപോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ മനസ്സിനൊരു വലിയ ആശ്വാസമായി കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വേറൊരു വണ്ടി എടുക്കുമ്പോഴത്തേക്കും ഒന്നാമത് നമുക്ക് യൂഷ്വൽ അല്ലാത്ത ഒരു ട്രിപ്പ്, വേറൊരു വണ്ടി, ആ വണ്ടിയായിട്ടൊന്ന് യോജിക്കാൻ തന്നെ നമുക്കൊരു ഇച്ചിരി സമയമെടുക്കും. അപ്പം അത് ഇന്ന വണ്ടി തന്നെയില്ല, നമ്മൾ സ്ഥിരമായിട്ട് ഓടിക്കുന്ന വണ്ടിയാണെന്ന് നമുക്കറിയാലോ എല്ലാ കാര്യങ്ങളും, എവിടെയാണ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഓക്കെ ആണോ, അതിൻ്റെ മെക്കാനിക്കലി അതിനുള്ള ചെറിയ ചെറിയ പോരായ്മകളും കുറവുകളൊക്കെ എവിടെ, എന്താണ്, ഏതൊക്കെയാണ്,
പ്രത്യേകിച്ച് നമ്മൾ ടൊറൻറ്റോ ഏരിയയിലേക്ക് പോകുമ്പോഴത്തേക്ക് എല്ലാം ചെറിയ ചെറിയ ഏരിയകളായിരിക്കുമേ. കുറച്ച് നമ്മുടെ വണ്ടിയാണെങ്കിൽ നമുക്കത് സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പരിചയമില്ലാത്ത വണ്ടിയാണെങ്കിൽ നമുക്ക് ആ വണ്ടിയായിട്ടൊന്ന് യൂസ്ഡ് ആണല്ലോ. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഈ രാവിലത്തെ സമയങ്ങളിലൊക്കെ തിരക്കിൻ്റെ ഇടയിൽ നമുക്കൊരു അപ്പോൾ ആ ജോലി ചെയ്തുകൊണ്ട് വ്ളോഗും കൂടെ ചെയ്യാൻ നമ്മുടെ മൈൻഡ് ഫ്രീ ആയിരിക്കുമല്ലോ. എന്തായാലും നമ്മുടെ വണ്ടി ആയതുകൊണ്ട് തന്നെ പകുതി ഒരു സമാധാനം എന്ന് പറയുമായിരുന്നു. നമ്മളിപ്പോൾ വേണ്ട ഹൈവേ 50 ആൻഡ് മേജർ മക്കൻസി എന്ന് പറയുന്ന ഒരു ഇൻ്റർസെക്ഷനിലേക്ക് വരുവാണേ. ആ മേജർ മക്കൻസിയിൽ ലെഫ്റ്റ് എടുത്തിട്ട് 427 എന്ന് പറയുന്ന ഹൈവേയിലേക്ക് നമ്മൾ കയറുന്നത്. നമ്മൾ സാധാരണ സ്ഥിരം റൂട്ടാണ്. അപ്പോൾ ഈ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കുള്ളൊരു റൂട്ടാണ്. പ്രത്യേകിച്ച് ഈ മേജർ മക്കൻസിയുടെ ലെഫ്റ്റ് എടുത്ത് 427 കയറാനുള്ളത്. പരിചയമില്ലാത്തവർ, പ്രത്യേകിച്ച് വല്ലപ്പോഴും ഒക്കെ ഇതുവഴി വരുന്നവരുണ്ടല്ലോ, നമ്മൾ സാധാരണ ഗതിയിൽ റോഡിൻ്റെ ട്രാഫിക്കും പാലിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും കയറാൻ സമ്മതിക്കാമല്ലോ ഒരുത്തിനും. കാരണം നിങ്ങൾ നോക്കിക്കോണം, ഇതിൻ്റെ അങ്ങേ അറ്റത്ത്, അതായത് ഈ ഒരു തിരക്ക് ഇവർ റോഡ് പ്ലാൻ ചെയ്തപ്പോൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടില്ല. ഇവിടുന്ന് എല്ലാവർക്കും എല്ലാ വണ്ടികളും ലെഫ്റ്റ് തിരിയാൻ വേണ്ടിയിട്ടുള്ളവർ. അതായത് നിങ്ങൾ നോക്കിക്കോ, നമുക്കിപ്പോൾ ലെഫ്റ്റ് തിരിയാനുള്ള സൈൻ ആയിട്ടില്ല. ഇത് ജസ്റ്റ് സെൻട്രൽ ലൈനല്ലേ. ഇവിടുന്നേ നമ്മൾ ലെഫ്റ്റ് തിരിയാൻ വേണ്ടിയിട്ടുള്ള ലൈനിൽ കയറിയാലേ നമുക്ക് ആ ലെഫ്റ്റ് തിരിയാനുള്ള ലൈനിൽ നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷേ സാധാരണ ഇതിൽ നമ്മുടെ റോഡ് നിയമങ്ങൾക്കനുസരിച്ച് വേണ്ട അപ്പുറത്തെ ലൈനിൽ കൂടെ നമ്മൾ അങ്ങ് ഫ്രണ്ടിൽ പോയി പയ്യ ആ ഒരു വൈറ്റ് കാണുമ്പോഴല്ലേ അങ്ങോട്ട് ലെഫ്റ്റ് തിരിയാൻ വേണ്ടിയിട്ട് കയറുള്ളൂ. പക്ഷെ നിങ്ങൾ നോക്കിക്കോണം, നമുക്ക് ഏകദേശം 700 മീറ്റർ ഉണ്ട് ഇപ്പം പീക്ക് അവർ അല്ലാത്തതുകൊണ്ട് എത്രയെങ്കിലും കേട്ടോ. അല്ലെങ്കിൽ 1 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഈ ഒരു സെൻട്രൽ ലൈൻ പിടിച്ച് ലെഫ്റ്റ് തിരിയാനുള്ളവരുടെ കിടപ്പായിരിക്കും. അതായത് പറയാൻ കാരണം, പ്രത്യേകിച്ച് കാറും കൊണ്ടൊക്കെ വരുന്ന സാധാരണ ഈ റൂട്ടിൽ വന്ന് പരിചയമില്ലാത്ത ആൾക്കാരുണ്ടല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ നീനുസൊക്കെ ഈ റൂട്ടിൽ വരുമ്പോഴത്തേക്കും വല്ലപ്പോഴും ബാങ്കിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് ഇതുവഴി വരും. അവർക്കൊക്കെ പ്രാന്താവും, ഇതെന്നെ ഇങ്ങനെയാണോ ഇവിടെ വണ്ടി ഓടിക്കണമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവൾ ചിലപ്പം ബഹളം ഉണ്ടാക്കും. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ തിരക്കിനനുസരിച്ചല്ല ഇവിടുത്തെ ലൈൻ വരച്ചേക്കുന്നത്, അത്രേ ഉള്ളൂ. പറഞ്ഞു വന്നത്, നേരത്തെ കൂട്ടി ലൈനിൽ കയറി നിന്നില്ലേ നമുക്ക് ലെഫ്റ്റ് തിരിയാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കുറവാണ്. ഇത് ഞാൻ അങ്ങ് കയറി കഴിയുമ്പോഴത്തേക്ക് ഞാൻ എന്നാ പറയണമെന്നുള്ളത് കാണിക്കാം കേട്ടോ. ഇപ്പോൾ നമുക്ക് റെഡ് ലൈറ്റ് കിട്ടിയേക്കുക. നമ്മളിത് റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇടയ്ക്ക് ക്യാമറ ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്യുമ്പോഴത്തേക്കും ഇതാണ്ടേ കണ്ടോ, ഒരു കാറുകാരൻ കയറാൻ നോക്കിയതുണ്ടോ. നമ്മളേതായാലും ഗ്യാപ്പ് കിട്ടുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഇതുപോലെ നിർത്തി കൊടുക്കും കേട്ടോ. എല്ലാം ഒരു ഗ്യാപ്പ് ഇട്ടേക്കും. കാരണം നമുക്കറിയാം അത് അവരുടെ മിസ്റ്റേക്ക് അല്ല, വന്ന് പരിചയമില്ലാത്തതിൻ്റെയാണ്. നമ്മുടെ വീട്ടുകാരും വണ്ടി ഓടിക്കുന്നതാണല്ലോ ഇതുവഴി. ചില സ്ഥലങ്ങളിൽ നമ്മളിതുപോലെ കൺസിഡറേറ്റ് ചെയ്യും. എന്നാൽ ചില സ്ഥലങ്ങളിൽ എത്തുമ്പോഴത്തേക്കും ആൾക്കാർ എന്നാന്ന് പറയുന്നത്, ഇത് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഇവിടെ പരിചയക്കാർ ഈ അറ്റത്ത് ഈ ക്യൂവിൽ കിടക്കാൻ താല്പര്യമില്ലാതെ ഫ്രണ്ടിൽ കൊണ്ട് കുത്തി കയറ്റാൻ വേണ്ടി വരുന്ന ചിലരും ഉണ്ട് കേട്ടോ. അപ്പം പലതരത്തിലുള്ള ആൾക്കാർ, ബഹുജനം പലവിധം, പറഞ്ഞതേ ഉള്ളൂ. ഇതേണ്ട നിങ്ങൾ കണ്ടോ, ഇപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് ലെഫ്റ്റ് തിരിയാൻ വേണ്ടിയിട്ടുള്ള ലൈനിൻ്റെ വര ഈ അറ്റത്തൊരു ഇച്ചിരി ഉള്ളൂ. ഒരു 3 കാറ് കിടക്കാൻ പാകത്ത്. അങ്ങോട്ടാണ് കിടക്കാൻ വേണ്ടി ഇപ്പോൾ പുറകിലേക്ക് നോക്കിയാൽ 1 കിലോമീറ്ററോളം ക്യൂവും കിടപ്പുണ്ട്. ഇന്നിപ്പോൾ പൊതുവെ സൺഡാതെ ക്ലൗഡി ആയിട്ടുള്ള ഒരു സാഹചര്യമാണ്. ചിലപ്പോൾ ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്കും മഴ പെയ്യാനുമുള്ള സാധ്യത ഉണ്ടെന്നാണ് വെതറിലെ പ്രൊഡിക്ഷൻ. ഞാൻ പൊതുവെ നോട്ട് ചെയ്തേക്കുന്നതാണ് കേട്ടോ. അപ്പം ഈ ഫാസ്റ്റ് കാറുകളുള്ളത്, പ്രത്യേകിച്ച് BMW പോലത്തെ കാറുകളൊക്കെ ഉള്ള, നമുക്കത് നല്ല പെർഫോമൻസ് ഉള്ള കാറുകളാണ്. ഓടിക്കുന്നവരത് പയ്യെ ഇട്ടിട്ടായിരിക്കും ഓടിക്കുന്നത്. ഇത്രയും നല്ല ഹൈവേ കിടന്നിട്ട് നമ്മുടെ ട്രക്കിൻ്റെ മുമ്പിൽ ഇട്ട് തത്തിത്താര കളിച്ചുകൊണ്ടിരിക്കുക. ആലോചിച്ച് നോക്കി. BMW ഉള്ള ആരുടെയും ഫീലിങ്സ് ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല കേട്ടോ. പൊതുവേ ഉള്ളൊരു ട്രക്കേഴ്സിൻ്റെ ഇടയിലുള്ള ഒരു സംസാരം. അത് പണ്ട് നമ്മൾ ട്രക്കിങ് പഠിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളെ പഠിപ്പിച്ചത് വേണ്ടേ. എനിക്ക് തോന്നുന്നു ഒരു ലേഡിയാണ് ഓടിക്കുന്നത്, തന്നെയല്ല റോട്ടിലല്ല ഫോക്കസ്, അവർ മറ്റെന്താണ്ട് ചെയ്തുകൊണ്ടാണ് പോണേ. അതുകൊണ്ടാണ് അവരുടെ അറ്റൻഷൻ വിട്ടു പോകുന്നത് കേട്ടോ. അത് ഇപ്പോൾ ആ ട്രെയിലറിൻ്റെ അടിയിലേക്ക് പോയാനെ, നിങ്ങൾ കണ്ടോന്നറിയില്ല. പറഞ്ഞു വന്നത്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളെ ട്രക്കിങ് പഠിപ്പിച്ച ഒരു പോളണ്ടുകാരൻ അപ്പച്ചനാണ്. അപ്പോൾ പഠിപ്പിക്കാൻ നേരത്തെ പുള്ളി അന്ന് മുതലേ പറഞ്ഞത്, നമ്മൾ റോട്ടിൽ ഇറങ്ങിയാൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട 2 ടീമുകൾ, ഒന്ന് BMW-കാരും ഒന്ന് അക്യൂറക്കാരുമാണ്. അക്യൂറ ഓർമ്മയില്ലേ, നമ്മുടെ ഹോണ്ടയുടെ പെർഫോമൻസ് ഡിവിഷൻ അക്യൂറ. ഇവർ 2 പേരുടെയും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല റോഡിൽ. ഇവർ നമ്മുടെ മുമ്പിൽ ചിലപ്പോൾ വന്ന് ഓടി കട്ട് ചെയ്യും, അല്ല ചിലപ്പോൾ ഇറങ്ങും.
എന്ത് വേണേലും ചെയ്യാം. അപ്പം BMW അക്യൂറ വന്നാൽ നമ്മളെപ്പോഴും സൂക്ഷിച്ചോണം എന്നാണ് പഠിപ്പിച്ചേക്കുന്നത്. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നോക്കിയിട്ട് നല്ല ഞാൻ അങ്ങനെയൊന്നും നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ബ്രാൻഡുകളോടോ കാറുകളോടോ ഒരു വിരോധമില്ലാത്തത് കൊണ്ട് അങ്ങനെ ഞാൻ വേറെ രീതിയിൽ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ എപ്പോഴും നല്ല അടിപൊളി പെർഫോമൻസ് കാറുകൾ കൈ വെച്ചിട്ട് ഈ സ്പീഡ് ലിമിറ്റിലും താഴെ ശൂശു എന്നും പറഞ്ഞുകൊണ്ട് ഈ ഓടിച്ചുകൊണ്ട് കിടക്കാൻ കാണുമ്പോഴത്തേക്കും നമുക്ക് സങ്കടം വരും. പണ്ടാരാണ്ട് പറഞ്ഞ പോലെ വലിയ പെർഫോമൻസ് ഉള്ള വണ്ടി ഉള്ളതിലല്ല, ചെറിയ പെർഫോമൻസ് ഉള്ള വണ്ടിയാണല്ലോ അതതിൻ്റെ മാക്സിമത്തിൽ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതിലല്ലേ കാര്യം. വലിയ സാധനം കൈ പിടിച്ചിട്ട് ചിലർ കോർവെറ്റും കൊണ്ടൊക്കെ പയ്യെ പോകുന്നത് കണ്ടിട്ടുണ്ട്. കാരണം ഈ വണ്ടി കയ്യിലുണ്ടെങ്കിലും ഇത് പ്രോപ്പറായിട്ട്, കാരണം ഇതിൻ്റെ വിസിബിലിറ്റി കുറവാണല്ലോ. അപ്പോൾ ബ്ലൈൻഡ് സ്പോട്ടൊക്കെ നോക്കി വണ്ടി ഓടിക്കാൻ അറിയാൻ പാടാണ്ട് സ്പീഡ് ലിമിറ്റിലും തീരെ കുറവായിട്ടായിരിക്കും മിക്കവരും പോകുന്നത്. കാര്യം നമുക്ക് നിസ്സാര ദൂരമായി പോകേണ്ടതുള്ളൂ. ഇനി 27 കിലോമീറ്ററും കൂടെ ഡെസ്റ്റിനേഷനിലേക്കുള്ളൂ. ടൊറൻറ്റോയുടെ തിരക്ക് തുടങ്ങി. അതിപ്പോൾ പീക്ക് അവർ അല്ല എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ചിലപ്പോൾ കൺസ്ട്രക്ഷൻ ആയിരിക്കും, എല്ലാവരും ആക്സിഡൻ്റ് ആയിരിക്കും. എന്തായാലും ട്രാഫിക് ഇല്ലാത്തത് ഒരു ടൊറൻറ്റോ, അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ പറ്റിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഡയറക്ഷനിലേക്ക് വണ്ടി എടുക്കാനൊരു മടുപ്പാണ്. കാരണം പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ടൈമിംഗ് ഇല്ലാതെ ഇപ്പോൾ മോൺട്രിയലൊക്കെ പോകാനാണെങ്കിലും ടൊറൻറ്റോ ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്നെങ്കിൽ അർദ്ധരാത്രിക്കോ അല്ലെങ്കിൽ വെളുപ്പിനെയോ ക്രോസ് ചെയ്യും, തിരക്കില്ലാത്ത സമയത്ത്. അല്ലെങ്കിൽ ഇങ്ങനെ റോട്ടിൽ കിടക്കാനേ സമയം കാണുള്ളൂ. അതേസമയം ഒരു 3-4 ദിവസത്തെ ട്രിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങുന്ന വഴിക്കാണ് ഇതുപോലൊരു തിരക്ക് വരുന്നതെങ്കിൽ നമ്മുടെ കുഴപ്പമില്ല. അപ്പോൾ എന്നാന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് ഓൾറെഡി പ്രിപ്പയർഡാണ്. ഏത് നമ്മൾ 3-4 ദിവസം ഇനി റോട്ടിലാണ് ജീവിതം, തിരക്കൊക്കെ ഇതിൻ്റെ ഭാഗമാണെന്നുള്ളത്. ഇതിപ്പോൾ നമുക്ക് അടുത്തത് എന്താണെന്നറിയില്ല. ഈ ലോഡ് കഴിഞ്ഞിട്ട് നമ്മൾ ന്യൂയോർക്കിന് പോകുന്നുണ്ടോ പോകുന്നില്ലേ ഒന്നും വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നില്ലല്ലോ. ശരിക്കും നമ്മുടെ ഒൻറ്റാറിയോയിൽ റെഡ് ലൈറ്റിൽ നമുക്ക് ഫ്രീ റൈറ്റ് ഉള്ളതാണ് കേട്ടോ. പക്ഷെ ചില ഇൻ്റർസെക്ഷനുകളിൽ നിങ്ങൾക്കിപ്പോൾ ക്യാമറക്കകത്ത് ക്ലിയറായിട്ട് കാണാമെന്ന് അറിയത്തില്ല. നമ്മൾ റെഡ് ലൈറ്റ് ഉള്ളപ്പോഴത്തേക്ക് റൈറ്റ് ടേൺ പാടില്ല എന്നുള്ളൊരു ഇൻഡിക്കേഷൻ ഉണ്ട്. ആ ഒരു സൈൻ ഓൺ ആയിരിക്കും. ആ സ്ഥലങ്ങളിലൊന്നും നമുക്ക് റെഡ് ലൈറ്റിൽ ഫ്രീ റൈറ്റ് ഇല്ല, നമ്മൾ സൂക്ഷിക്കണേ. Take the ramp on the right toward Highway 401 East. നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ തിരിയേണ്ട ഇതിന് ഇൻഡിക്കേഷൻ കൊടുത്ത കേട്ടോ. എന്നാൽ എങ്ങോട്ടെങ്കിലും പോകുവാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. നേരെ കൊണ്ട് നമ്മുടെ മുമ്പിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമില്ലേ, ആ BMW കാരൻ ഓടിക്കൊണ്ട് മുമ്പിൽ നമ്മുടെ മുമ്പിൽ കൊണ്ട് കുത്തിക്കയറ്റി അവന് ഞാൻ എങ്ങോട്ടും പോകാനില്ല, ഡിലേ ചെയ്ത് നിൽക്കുക. ചേട്ടാ നിങ്ങൾ റൈറ്റ് സൈഡിലുള്ള ബോർഡ് കണ്ടോ, ലോറൻസ് അവന്യൂ എന്നുള്ളത്. അപ്പോൾ ലോറൻസ് അവന്യൂവിൻ്റെ ഈസ്റ്റ് ബൗണ്ടാണ് നമ്മുടെ ലക്ഷ്യം. അതിൻ്റെ സൈഡിൽ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പ്ലാസ. നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഒരു നോ ഫ്രിൽസ് എന്ന് പറയുന്ന ഒരു ഗ്രോസറി ഷോപ്പുണ്ട്. അതിൻ്റെ സൈഡിൽ കൊണ്ട് നിർത്തിയിട്ട് ഒരു ഫോൺ നമ്പർ തന്നിട്ടുണ്ട്, നമുക്ക് അയാളെ വിളിക്കാനാണ് പറഞ്ഞേക്കുന്നത്. Right at 1448 Lawrence Avenue East, on the left. ഇതുപോലത്തെ ഷോപ്പിംഗ് മാളിൻ്റെ അകത്ത് നമ്മുടെ ഇതുപോലത്തെ സ്ലീപ്പറും കൊണ്ട് വരുന്നത് എനിക്കിഷ്ടമല്ലാത്ത പരിപാടിയാണ്. പിന്നെ നമ്മൾ വാൾമാർട്ടൊക്കെയാണ് പോട്ടെന്ന് നോക്കാവേ. കാരണം ടൊറൻറ്റോയ്ക്കകത്തുള്ള ഈ നോർത്ത് യോർക്കിൽ ഒരു കൺജസ്റ്റഡ് സ്ഥലം ഇവിടെ കൊണ്ട് ഡെലിവറി ചെയ്യാനാണ്.
വന്നു കഴിയുമ്പോൾ സ്റ്റാൻ എന്ന് പറയും. ഹലോ, ഇസ് ദിസ് മിസ്റ്റർ സ്റ്റാൻ? ഹായ്, ഐ എം എ ട്രക്ക് ഡ്രൈവർ. ഐ വാസ് ടോൾഡ് ടു call you at this number once I am near the no frills. Okay. Yeah, sure. All right, thank you. സംഭവം വേറൊന്നുമല്ല, നമ്മൾ നേരത്തെ എന്നാ പറഞ്ഞ അപ്പോയിൻമെൻറ്റിന് വേറൊരാൾ വന്ന് കിടപ്പുണ്ട്. അയാളാണ് അയാളുടെ അപ്പോയിൻമെൻറ്റിന് ലേറ്റുമായി. അപ്പോൾ വേണ്ട നമ്മുടെ മുമ്പിൽ Excuse me, man, sorry. Yeah, I'm supposed to be doing a delivery here. They asked me to park it here. Am I in your way here? If you don't mind. I got you, bro. Thank you, man. Thank you. Yeah. Thank you. Because delivery is in another 1 hour, so they want me to park it there. Yeah, I know it's not easy. All right, man. Thank you. No, it's okay. നമ്മുടെ ഒരു പിക്കപ്പ് ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നേ. ആ ചേട്ടനോടൊന്ന് സംസാരിച്ചപ്പോൾ ആ ചേട്ടൻ മാറ്റിയിട്ടു. ആ ചേട്ടൻ്റെ ഫ്രണ്ട് ഇച്ചിരി ഇങ്ങോട്ട് വളഞ്ഞായിരുന്നു കിടന്നത്. അപ്പം നമ്മൾ നേരെ എടുത്തുകൊണ്ട് വരുമായിരുന്നെ ആ പുള്ളീനെ ഒരഞ്ഞാനെ. നമുക്ക് വളച്ചങ്ങിടാം. ഇപ്പോഴാണ് ഇവിടെ എങ്ങും വണ്ടികളില്ല. വണ്ടികളുള്ളപ്പോഴാണെങ്കിൽ നമ്മൾ പെടും. ആർക്കെങ്കിലും ഒരു പൊട്ടകുത്തി തോന്നി നടുക്ക് കൊണ്ട് പാർക്ക് ചെയ്ത് തരാൻ തോന്നിയാലേ. അപ്പോൾ സംഭവം ഇതാണ്, നമ്മൾ വന്നിട്ട് സ്റ്റാനിനെ വിളിച്ചു. സ്റ്റാൻ പറഞ്ഞത് എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇച്ചിരി നേരത്തെയും എന്നാൽ നമ്മളെപ്പോലെ തന്നെ ഒരു ഇച്ചിരി താമസിച്ച് വന്ന വേറൊരാൾ ഡോക്കിലും ഉണ്ടെന്ന്. ആകെ ഒരു ഡോക്കേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കണ്ട പോലെ നമ്മളിപ്പോൾ ഒരു പാർക്കിംഗ് ലോട്ടിൽ ആ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ പാർക്കിംഗ് ലോട്ടിൽ കിടക്കുക. ഭാഗ്യത്തിനൊരു ട്രക്ക് ഇടാനുള്ള സ്ഥലം പാർക്കിംഗ് ലോട്ടിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 20 മിനിറ്റോളം മിനിമം വെയിറ്റിംഗ് ടൈം ഉണ്ട്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ ഒരാൾ വന്ന് നമ്മളോട് എന്താ ചെയ്യേണ്ടതെന്ന് പറയും, എല്ലാം ഫോൺ വിളിക്കാമെന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം. ന്യൂയോർക്ക് ട്രിപ്പിൻ്റെ കാര്യം എന്താവുമോ? കാരണം ന്യൂയോർക്ക് ട്രിപ്പ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് മൊത്തത്തിൽ മൂഞ്ചലാണ്. കാരണം നമ്മൾ ആലോചിച്ച് നോക്കി, നമുക്ക് $40 പെട്രോൾ അടിക്കണം നമുക്ക് ഈ യാർഡിലൊന്ന് വന്ന് പോകണം എന്നുണ്ടെങ്കിൽ. അതുകൂടാതെ നമ്മൾ 5 ദിവസത്തെ ഫുഡും പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് വന്നേക്കുന്നത്. നമ്മൾ ലോങ് ഓടിക്കുന്നവരല്ലേ, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പോവുകയല്ല. അപ്പം നമുക്ക് ആദ്യം വല്ലപ്പോഴും ഇതായതുകൊണ്ട് നമുക്ക് വെറുപ്പിക്കാനും പറ്റിയല്ല. യുനോ, എല്ലാം ഒരു ഡിപ്ലോമസിയുടെ ഭാഗമായിട്ട് എടുത്താൽ മതി. പക്ഷെ നാളെയും ഇതുപോലത്തെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോവില്ല. അപ്പം നമ്മൾ നോ എന്ന് പറഞ്ഞ് നമുക്ക് പറയേണ്ടി വരുമല്ലോ. Hi. You're gonna need to down the building, okay? Okay. Once you get down a little bit, you're gonna see a white trailer sitting there and an empty dock beside it. Pull up close to the building, open your doors, and back into that dock. Okay, so it is at the other side of that Going building. down that way there. Okay. Just remember, every four-wheeler you see is a student driver. They don't know what the fuck they're doing. Yeah. Be careful. They are gonna come up beside you. I'm here for you, but I can't fix stupid. Yeah, sure, I understand. I'll go watch it first and then I'll come back and take it. Well, I need to unload you now because there's another truck coming. Yeah, I'll be very quick. I'll just go and see so I know where I'm going.